ഹലോ ഫ്രണ്ട്സ്, ഇൻസ്റ്റഗ്രാമിൽ ഫ്രീ ഫോളോവേഴ്സ് വേണോ? നിങ്ങൾക്ക് ലൈക്സ് ഫോളോവേഴ്സ് കൂട്ടാൻ പറ്റുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ടോപ്പ് ഫോളോ എന്നാണ് ആപ്ലിക്കേഷൻ. ഇൻസ്റ്റാഗ്രാമിൽ ബെസ്റ്റായിട്ട് ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റുന്ന ഒരു മാസ് ആപ്ലിക്കേഷനാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കാണാൻ വന്ന ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലല്ലേ മച്ചന്മാരെ? തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫോളോവേഴ്സ്, ലൈക്സ് ഒക്കെ വാരി കൂട്ടാൻ സാധിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുക, ഒരിക്കലും സ്കിപ്പ് അടിക്കരുത് മച്ചന്മാരെ. ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫോളോസ് കൂട്ടാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഫുള്ള് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ആപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം മച്ചന്മാരെ. അതാണ് ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പം ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫോളോസ്, ലൈക്സ് കൂട്ടാൻ പോകുന്നത്. നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് 100% സേഫാണ്. കാരണം നമ്മൾ ഒറിജിനൽ അക്കൗണ്ട് എങ്ങും ലോഗിൻ ചെയ്യുന്നതേ ഇല്ല മച്ചന്മാരെ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് പരിചയപ്പെടാം മച്ചന്മാരെ. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലല്ല, കമൻറ്റ് സെക്ഷനിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും ലോഡായി വരുന്ന മച്ചന്മാരെ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാരണം ഈ മേളത്തെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു മിനിറ്റിൻ്റെ വീഡിയോ ആണ്. അതാണ് ഇതിൻ്റെ നടുക്ക് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ പ്ലേ ആവും. ആ വീഡിയോയിൽ എന്തോ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയുമോ? ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ താണ്ട് ഇവിടെ കണ്ട അൺലോക്ക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ പറയുന്നത് പോലെ ഈ വെബ്സൈറ്റ് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അൺലോക്കായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വരും. ഓക്കെ, അപ്പം അങ്ങനെ. പിന്നെ അതേപോലെ മച്ചന്മാരെ താഴെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതെന്താണ് 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് ഫോളോസ്, ലൈക്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതെന്തോന്ന് വെച്ചാൽ മച്ചന്മാരെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ, ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഞാൻ തന്നെ യൂട്യൂബിൽ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. 1 രൂപയ്ക്ക് 2 രൂപയ്ക്കൊക്കെ ഫോളോസ് വാങ്ങാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ട്, ട്രസ്റ്റഡ് ആയിട്ടുള്ള. അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോയിട്ട് ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വാങ്ങാവുന്നതാണ്. അപ്പം മച്ചന്മാരെ, ഇനി നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇനി നമുക്ക് ഈ ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം മച്ചന്മാരെ ഇവിടെ പറയുന്ന ഇൻസ്റ്റഗ്രാം യൂസർ നെയിം, പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും കൊണ്ട് ഒറിജിനൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യരുത്. ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഫോളോവേഴ്സ് കൂട്ടാൻ നേരത്ത് മാത്രം നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് യൂസർ നെയിം കൊടുത്താൽ മതി. നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് പാസ്വേഡ് ഒന്നുമേ നമ്മൾ എങ്ങും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് സേഫ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഫസ്റ്റ് ബോക്സ് എൻ്റർ ചെയ്യുക, രണ്ടാമത്തെ ബോക്സിൽ നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുക, ശേഷം ലോഗിൻ ചെയ്യുക. അതിൻ്റെ മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫേക്ക് അക്കൗണ്ടിൽ നിങ്ങൾ ഒരു പ്രൊഫൈൽ വിട്ടിരിക്കണം, 4 പോസ്റ്റ് വിട്ടിരിക്കണം, എന്നാലേ ആ ഫേക്ക് അക്കൗണ്ട് ഇതിൽ ലോഗിൻ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത് ലോഗിൻ ആയതിനു ശേഷമുള്ള പേജ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഫേക്ക് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാലോ, വളരെ സിമ്പിളാണ് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. ഇമെയിലും ഫോൺ നമ്പറും വെച്ച് ക്രിയേറ്റ് ചെയ്യുക. അതാകുമ്പോൾ ഫേക്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവാതെ നമ്മുടെ കയ്യിൽ തന്നെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലോഗിൻ ആയിക്കഴിഞ്ഞാലുള്ള പേജ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മച്ചന്മാരെ, ഇതേപോലത്തെ ഒരു പേജിലേക്കായിരിക്കും ലോഗിൻ ആയി വരുന്നത്. നിങ്ങൾ ഫേക്ക് അക്കൗണ്ട് അടിച്ച് ലോഗിൻ ആക്കി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഓപ്ഷനാണ് ഉള്ളതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മച്ചന്മാരെ, താഴെ ടാസ്ക് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഈ ഒരു ആപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ കോയിൻ കളക്ട് ആക്കും. ആ കോയിൻ വെച്ചിട്ടാണ് നമ്മൾ ഫോളോസ്, ലൈക്സ് ഒക്കെ കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ടാസ്ക് എന്നുള്ള സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോയിൻസ് കളക്ട് ചെയ്യുന്ന സെക്ഷനാണ്. പിന്നെ അതേപോലെ നമ്മൾ കോയിൻ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലൈക്ക് ഓർഡർ ചെയ്യുന്ന സെക്ഷനാണ് ഇവിടെ ലൈക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോളോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ കോയിൻ കളക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലൈക്സിലോട്ട് ഫോളോസ് എന്നുള്ള ഓപ്ഷനിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ നിൽക്കുന്ന പേജ് എന്ന് പറയുന്ന ടാസ്കിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ടാസ്കിനകത്ത് ഇവിടെ സ്റ്റാർട്ട് എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. ആ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കോയിൻ കളക്ട് ആവാൻ തുടങ്ങും. ഈ ആപ്പിലുള്ള ആൾക്കാർ നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യും. അതിന് വരെ നമുക്ക് കോയിൻ തരും. ആ കോയിൻ വെച്ച് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് സേഫ് ആയിട്ട് ഫോളോസ് കിട്ടും. ഒറിജിനൽ അക്കൗണ്ട് പാസ്വേഡ് ഒന്നുമേ നമ്മൾ എങ്ങും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് സേഫ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മേളിൽ തന്നെ കോയിൻ കൂടുന്ന കാണാൻ സാധിക്കും. എനിക്കിപ്പോൾ 90 കോയിനാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് മേളിൽ കോയിൻ കൂടുന്ന കാണാം. ഇപ്പോൾ 90 കോയിനാണ് മേളിലുള്ളത്. നമുക്ക് നോക്കാം എത്ര കോയിനാണ് കൂടുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, 94 കോയിനായി കണ്ടോ. അപ്പോൾ നമുക്കിവിടെ പോസ് എന്നുള്ളതാണ്. ഈ ഒരു പോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ കോയിൻ കളക്ട് ആവുന്നത് സ്റ്റോപ്പ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫോളോസ് കൂട്ടാൻ എത്ര കോയിനാണ്, നിങ്ങൾക്ക് എത്ര ഫോളോസ് ആണ് കൂട്ടുന്നത് അത്രയും കോയിൻ കളക്ട് ചെയ്യുക, അതോ എത്ര ലൈക്സ് ആണ് കൂട്ടുന്നത് അത്രയും കോയിൻ കളക്ട് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് ആ പറഞ്ഞ ഫോളോസ്, ലൈക്സ് നിങ്ങൾ ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം വെച്ചാൽ ഞാനിവിടെ ഫോളോവേഴ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. ഫോളോവേഴ്സ് എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജിലേക്കാണിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എൻ്റർ യൂസർ നെയിം, ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഫോളോസിന് കൂട്ടേണ്ട ഒറിജിനൽ അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക. അക്കൗണ്ട് പ്രൈവറ്റ് ആവരുത്, പബ്ലിക് ആയിരിക്കണം, എന്നാലേ ഫോളോവേഴ്സ് കയറും. അപ്പോൾ ഞാൻ എൻ്റെ ഒറിജിനൽ
അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ സൈഡിൽ കാണുന്ന ഓക്കെ എന്നുള്ള മഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ആഡായി, നമ്മുടെ അക്കൗണ്ട് സേഫ് ആണ്, പാസ്വേഡോ ഒന്നുമേ നമ്മൾ ഇങ്ങും കൊടുത്തിട്ടില്ല കേട്ടോ മച്ചന്മാരെ. ഇനി ഇവിടെ കാണാൻ സാധിക്കും 50 ഫോളോവറിന് 400 കോയിൻ വേണം. അതേപോലെ തന്നെ നമ്മൾ ഈ ലൈക്സ് എന്നുള്ള ഏറ്റവും താഴെ ലൈക്സ് എന്നുള്ള സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റ ഇട്ടേക്കുന്ന ഫോട്ടോകളെല്ലാം ഇവിടെ വരുന്നതാണ് മച്ചന്മാർ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ 50 ലൈക്കിന് വെറും 100 നാണയമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ ഫോളോവേഴ്സ് ഓർഡർ ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ 50 ഫോളോവർ ഓർഡർ ചെയ്യുകയാണ് 400 കോയിൻ കൊടുത്തിട്ട്. അപ്പോൾ എനിക്കിവിടെ ഡയമണ്ട് ആണുള്ളത്, അതുകൊണ്ട് ഞാൻ ഡയമണ്ട് കൊടുക്കുന്നു. നിങ്ങൾ കോയിൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ കോയിൻ കൊടുത്തിട്ട് ഓർഡർ ചെയ്യുക. കോയിൻ എങ്ങനെ കളക്ട് ചെയ്യേണ്ട ടാസ്ക് വഴി ഓക്കെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ മതി. കോയിൻ കളക്ട് ആയിക്കൊണ്ടിരിക്കും. മാക്സിമം കോയിൻ കളക്ട് ആയതിനു ശേഷം പോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 400 ഡയമണ്ട് കൊടുത്തിട്ട് ഞാനിവിടെ ഫോളോവർ ഓർഡർ ചെയ്ത് ഇത് വിത്തിൻ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നതാണ് ഈ പറഞ്ഞ 50 ഫോളോവർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഇതാണ് ഈ ടാസ്ക് എന്നുള്ള സെക്ഷൻ കണ്ടോ, അതുവഴി കുറച്ച് നാണയം കളക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ റഫറൽ കോഡ്, അതായത് ഈ റഫറൽ കോഡ് CW3WDBZP6B. ഓക്കെ, ഈ ഒരു റഫറൽ കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൊണ്ട് ഇവിടെ മോറെന്നുണ്ട്, ഈ മോർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. മോർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കോഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. കോഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ താഴെയായിട്ട് കാണാൻ സാധിക്കും ടൈപ്പ് റഫറൽ കോഡ്, അവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 200+ നാണയം ലഭിക്കുന്നതാണ് എൻ്റെ വക. ഓക്കെ, അത് ഈ ടാസ്ക് വഴി കുറച്ച് നാണയം കളക്ട് ചെയ്തതിന് ശേഷം ആയിരിക്കണം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് നമ്മൾ കോയിൻ അത്യാവശ്യം കളക്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ബ്ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഫേക്ക് അക്കൗണ്ട് ഒരു പ്രൊഫൈൽ എടുക്കുക, 4 പോസ്റ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങളിവിടെ ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് പുതിയ ഫേക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ മച്ചന്മാരെ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്പ്. ഇനിയിപ്പോൾ കൂടുതൽ പറയാനായിട്ടുള്ള ഒന്നുമില്ല. അപ്പം ഈ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ കോയിൻ ഓട്ടോമാറ്റിക്കായിട്ട് കളക്ട് ആയിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം കോയിൻ ആയതിനു ശേഷം പോസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മച്ചന്മാരെ, ഇതിൽ എനിക്ക് ഈ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോസ് അടിച്ച് കയറുന്നതിൻ്റെ പ്രൂഫ് കാണിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാം കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നതുകൊണ്ടാണ് മച്ചന്മാരെ. ഓക്കെ, അപ്പോൾ 100% വർക്കിംഗ് ആയിട്ടുള്ള പക്ക ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നല്ല മികച്ച വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ എൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്, അതെല്ലാം കയറി കാണണേ മച്ചന്മാരെ ഫോളോസിൻ്റെ. അപ്പോൾ ബൈ മച്ചന്മാരെ.